ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിഫ്ത്ത് വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 15 മത്സരാർത്ഥികളാണ്. 15 മത്സരാർത്ഥികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവ് ആകത്തുള്ളൂ. അതോടൊപ്പം മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ, ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും ഇന്ന് 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അനിമോൾ തന്നെ തുടരുകയാണ്. അനിമോളിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിട്ടുണ്ട്. വോട്ടിങ്ങിൽ നല്ലൊരു മുന്നേറ്റമാണ് അനിമോളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 19,113 എന്ന കൂറ്റൻ വോട്ട് നേടി 1-ാം പൊസിഷൻ തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ് അനിമോൾ. 2-ാം പൊസിഷനിൽ അനീഷ് തന്നെ തുടരുകയാണ്. അനീഷ് നല്ലൊരു രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ അനിമോളിനെ ഓവർടേക്കാൻ തക്ക വിധത്തിലുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ 16,899 വോട്ട് നേടി 2-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 3-ാം പൊസിഷനിൽ നൂറയാണുള്ളത്. ഷാനവാസിനെ അട്ടിമറിച്ചുകൊണ്ടാണ് നൂറ 3-ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. വമ്പിച്ചൊരു അട്ടിമറിയാണ്. വളരെ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് മുന്നിലേക്ക് വന്നതെങ്കിൽ കൂടെ ഇപ്പോൾ 15,766 ബലത്തിൽ 3-ാം പൊസിഷനാണ് നിലനിൽക്കുന്നത്. 4-ാം പൊസിഷനിൽ ഷാനവാസാണുള്ളത്. ഷാനവാസ് നൂറയുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് 4-ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 15,701 വോട്ട് നേടി 4-ാം പൊസിഷനിലാണുള്ളത്. 5-ാം പൊസിഷനിൽ ജിസേൽ തന്നെ തുടരുകയാണ്. വോട്ടിങ്ങിന് തുടക്കം മുതൽ തന്റെ 5-ാം പൊസിഷൻ ആർക്കും വിട്ടുകൊടുക്കാതെ അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. 14,211 വോട്ടിന്റെ ബലത്തിലാണ് 5-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 6-ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റവുമായിട്ട് രേണുസുതി കയറി വന്നിരിക്കുന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയത്. ആദിലയെ അട്ടിമറിച്ചുകൊണ്ടാണ് രേണുസുതി തന്റെ 6-ാം പൊസിഷൻ തിരിച്ചു പിടിച്ചത്. ഇപ്പോൾ 13,685 വോട്ട് നേടി 6-ാം പൊസിഷനിലാണുള്ളത്. 7-ാം പൊസിഷനിൽ ആദില വീണുപോയിരിക്കുകയാണ്. രേണുസുതിയുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് 7-ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 13,450 വോട്ടിന്റെ ബലത്തിൽ 7-ാം പൊസിഷനിൽ തന്നെ നിലനിൽക്കുകയാണ്. 8-ാം പൊസിഷനിൽ അഭിലാഷ് തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഒരു സേഫ് സോണിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് അഭിലാഷിൻ്റെത്. ഇപ്പോൾ 13,211 വോട്ട് നേടി 8-ാം പൊസിഷനാണുള്ളത്. 9-ാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അഭിലാഷിനെ ഓവർടേക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ വന്നില്ലെങ്കിൽ കൂടെ 12,890 എന്ന വോട്ടിന്റെ ബലത്തിൽ 9-ാം പൊസിഷനിൽ സേഫായി തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 10-ാം പൊസിഷനിൽ ബിന്നി തന്നെ തുടരുകയാണ്. ബിന്നിയുടെ വോട്ടിംഗ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ബിന്നി ഒരു ഡേഞ്ചർ സോണിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ 12,608 എന്ന വോട്ടിന്റെ ബലത്തിൽ 10-ാം പൊസിഷൻ തന്നെ നിലനിൽക്കുകയാണ് ബിന്നി സെബാസ്റ്റ്യൻ. 11-ാം പൊസിഷനിൽ നമ്മുടെ അപ്പാനി ശരത്താണ് ഉള്ളത്. അപ്പാനി ശരത്ത് ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ്. വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ ഇല്ല. 12,105 എന്ന വോട്ടിന്റെ ബലത്തിൽ ബിന്നിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ്. 12-ാം പൊസിഷനിൽ ആര്യൻ ഖത്തറിയ തന്നെ തുടരുകയാണ്. ആര്യൻ നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 11,980 വോട്ട് നേടി അപ്പാനി ശരത്തിന് തൊട്ട് പിന്നിലായി 12-ാം പൊസിഷനിൽ നിലനിൽക്കുകയാണ്. 13-ാം പൊസിഷനിൽ റെന ഫാത്തിമയാണുള്ളത്. 12-ാം പൊസിഷനിൽ നിന്ന് താഴോട്ട് വന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ മുന്നിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 14,008 വോട്ട് നേടിയാണ് ഡേഞ്ചർ സോണിലായ 13-ാം പൊസിഷനിൽ നിലനിൽക്കുന്നത്. 14-ാം പൊസിഷനിൽ ഒനിൽ സാബു തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇത്തവണ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഒനിൽ സാബു. ഇപ്പോൾ 10,955 വോട്ടിന്റെ ബലത്തിൽ 14-ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ്. 15-ാം പൊസിഷനിൽ ശൈത്യ സന്തോഷാണ് തുടരുന്നത്. ശൈത്യ സന്തോഷം ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയാണ്. ഇപ്പോൾ 10,870 വോട്ട് നേടി 15-ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ്.